സ്വയം ഗൂഗിൾ ചെയ്യുക. എന്തുകൊണ്ട്? നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം എനിക്ക് ബോറടിച്ചപ്പോൾ എൻ്റെ പേര് ഗൂഗിളിൽ തിരയാമെന്ന് തീരുമാനിച്ചു. എൻ്റെ പേര് വളരെ അപൂർവമായതാണ്, അതിനാൽ കൂടുതലായൊന്നും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരു വെബ്സൈറ്റ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതെൻ്റെ മുഴുവൻ പേരുള്ള ഡൊമെയിനായിരുന്നു. ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അതൊരു മെസ്സേജ് ബോർഡിലേക്ക് എന്നെ നയിച്ചു. വെബ്സൈറ്റിൻ്റെ ഉടമയുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ആ വ്യക്തി എൻ്റെ പ്രായക്കാരനും എൻ്റെ പോലെ തന്നെ ഹോബിക്കും ഇഷ്ടങ്ങളും ഉള്ളവനുമാണെന്ന് മനസ്സിലായി. മെസ്സേജ് ബോർഡിലൊരു പോസ്റ്റും ഇല്ലായിരുന്നു. പക്ഷേ ആ സൈറ്റ് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അതുകൊണ്ട് ഞാനത് ഫേവറേറ്റ്സ് ലിസ്റ്റിൽ ചേർത്തു. ഏകദേശം ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ആ സൈറ്റിൽ പോയി. ഇത്തവണ കുറച്ച് കൂടുതൽ ഉള്ളടക്കം ഉണ്ടായിരുന്നു. കുറച്ച് ഡയറി എൻട്രികൾ, പലപ്പോഴും നിരാശാജനകമായ കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഇന്ന് കാലാവസ്ഥ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ജോലിയിൽ വളരെ ബോറടിച്ചു എന്നതുപോലുള്ള കുറിപ്പുകൾ. എങ്കിലും കാലക്രമേണ ഒരുപാട് സാദൃശ്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വ്യക്തി എൻ്റെ അതേ നഗരത്തിൽ ജീവിക്കുകയായിരുന്നു. രണ്ടുപേര് പൂർണ്ണമായും ഒരുപോലെ ആയതും ഒരേ നഗരത്തിൽ ഒരേ സമയത്ത് ഇരുവരും ഉണ്ടാകുന്നതും കുറച്ച് സംശയാസ്പദമായ കാര്യമായി തോന്നി. ഒരു ഘട്ടത്തിൽ ഡയറിയിലെ ഉള്ളടക്കം എൻ്റെ ജീവിതം പോലെ തന്നെ തോന്നിച്ചു. ഒരു ദിവസം ഞാനൊരു ബേസ്ബോൾ മത്സരം കാണാൻ പോയി. ആ രാത്രി വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ അതേ മത്സരം കാണാൻ പോയിരുന്നു. ആദ്യം ഒന്നും വലിയ കാര്യമായി തോന്നിയില്ല. ലോകത്തിലെ 10,000-കണക്കിന് ആളുകൾക്ക് അതേ ടീം ഇഷ്ടമാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി, ഇത് യാദൃശ്ചികമായ സാമ്യമല്ല. സൈറ്റിൽ കയറുമ്പോഴല്ല എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ കാണുന്നത് പതിവായി തോന്നി. ഉദാഹരണത്തിന്, അവർ പറഞ്ഞ കുതിരയുടെ പേര് എൻ്റെ ബാല്യത്തിലെ നായയുടെ പേരാണ്. അവർ പോസ്റ്റ് ചെയ്ത കാറിൻ്റെ ചിത്രം നോക്കിയപ്പോൾ അതേ മോഡലാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഓടിച്ചിരുന്നത്. അവർ പറഞ്ഞ റെസ്റ്റോറൻറ്റും ഞാൻ മുൻപ് ജോലി ചെയ്ത സമയത്ത് സ്ഥിരമായി പോകുന്നതായിരുന്നു. ഒരു ദിവസം മെസ്സേജ് ബോർഡിൽ ഒരുപാട് ആളുകൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരുന്നു. അതേ ദിവസം എൻ്റെ പിറന്നാളുമായിരുന്നു. കൗതുകത്തോടെ ഞാൻ ആദ്യമായി ഒരു മെസ്സേജ് എഴുതാമെന്ന് തീരുമാനിച്ചു. ഉടമയ്ക്ക് ജന്മദിന ആശംസകൾ നേരുകയും നമുക്ക് ഒരേ പേരാണെന്ന് പറയുകയുമായിരുന്നു ഉദ്ദേശം. എന്നാൽ എഴുതുവാൻ പറ്റുന്ന കമൻറ്റ് ബോക്സ് അവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു മെസ്സേജ് ബോർഡ് ആയിരുന്നില്ല, വെറും ഒരു സ്റ്റാറ്റിക് പേജ് മാത്രമായിരുന്നു. ഞാൻ ഞെട്ടി. പിന്നീട് വെബ്സൈറ്റ് ഉടമ അതിനൊരു പക്ഷേ ആക്റ്റീവ് വെബ്സൈറ്റായി തോന്നുന്നവണ്ണം രൂപകൽപ്പന ചെയ്തതാണെന്ന് മനസ്സിലായി. പക്ഷേ അതിലെ എല്ലാ ഉള്ളടക്കങ്ങളും ഒരേ ഒരാളാണ് എഴുതിയത്. അതിനെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വെബ്സൈറ്റ് ഇങ്ങനെ സജ്ജമാക്കുന്നത്? എന്നിവായാലും ഈ ഉടനം പേടിയോടെയുള്ള ചിന്ത മനസ്സിൽ കടന്നെത്തി. പിന്നീട് ഞാനൊരു ഇമെയിൽ അയക്കാൻ തീരുമാനിച്ചു. ഹായ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരേ പേരാണ് എന്നൊരു സൗഹൃദപരമായ ഒരു ഇമെയിൽ ആയിരുന്നു അത്. അടുത്ത ദിവസം ഞാൻ വെബ്സൈറ്റ് കാണാനായി ശ്രമിച്ചപ്പോൾ അത് കണ്ടില്ല. അത് ഡിലീറ്റ് ചെയ്ത് പോയതായി തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ ഇമെയിൽ ബോക്സ് തുറന്നു. അതിനൊരു മറുപടി കാത്തിരുന്നിരുന്നു. അവർ തുറന്നപ്പോൾ ഞാൻ പേടിച്ചു വിയർത്തു. അതിൽ പറഞ്ഞിരുന്നത് വെറുമൊരു വരിയായിരുന്നു: അങ്ങനെ നിന്നെ കണ്ടുപിടിച്ചു.